സഹ്യനിരകളുടെ കൈക്കുമ്പിളിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ഹരിതസുന്ദര ഭൂമികയാണ് അട്ടപ്പാടി. വൈവിധ്യമാർന്ന ഭൂപ്രദേശവും ജീവിതങ്ങളും കൂടിക്കലർന്ന് ഒരു പുഴയായൊഴുകുന്ന മനോഹരമായ ഒരിടം. എന്നാൽ ഇത്തരം സൗന്ദര്യങ്ങളൊന്നും അവിടെ അധിവസിക്കുന്ന മനുഷ്യരുടെ ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ ആസോ എന്ന സന്നദ്ധ സംഘം രൂപപ്പെടുന്നതും അട്ടപ്പാടിയുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും. ആസോ അട്ടപ്പാടിയിലെ എല്ലാ രൂപതാ വൈദികരുടെയും അതുപോലെ തന്നെ സന്യസ്തരുടെയും സന്യാസിനികളുടെയും നേതൃത്വത്തിലാണ് ആസോയുടെ എല്ലാ പ്രവർത്തനങ്ങളും. നമുക്കത് വ്യക്തമായിട്ട് അറിയാം. ഒരു നല്ല നേതൃത്വത്തിലൂടെയാണ് ആസോയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1990-കളിലൊക്കെ ശരിക്കും അട്ടപ്പാടിയെ സംബന്ധിച്ചോളം ഏറ്റവും ആ കാലഘട്ടങ്ങളെല്ലാം ഒരു ദുരിതത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നല്ല വഴിയില്ല, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഭവനങ്ങളാണെങ്കിലും വളരെ ദുഷ്കരമായ ജീവിതങ്ങളും അനുദിന ജീവിതങ്ങളും മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു. അപ്പം അങ്ങനൊരു കാലഘട്ടത്തിലാണ് ഈ ആസോയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ഇടവകളൊക്കെ കേന്ദ്രീകരിച്ച് സ്വയം സഹകരണ സംഘടനകളൊക്കെ ഉണ്ടാവുകയും ആളുകൾക്ക് അനുദിന ചെലവുകളിലേക്ക് ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നെല്ലാം രൂപപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് കുടിവെള്ളം, അതുപോലെ തന്നെ വരുമാന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആട്, പശു, കോഴി വളർത്തുകളിലൂടെയൊക്കെ ജനങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ കുറേയെല്ലാം വളരാനായിട്ട് ആരംഭിച്ചു. അതുമാത്രമല്ല, ഭവനങ്ങൾ ആസോയുടെ നേതൃത്വത്തിൽ ഭവനങ്ങൾ നിർമ്മിക്കുവാനും അതുപോലെ ദുഷ്കരമായ വഴികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഗോത്രവർഗ മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് സൗകര്യം ഒരുക്കുകയൊക്കെ ചെയ്ത് ആസോയുടെ നേതൃത്വത്തിലാണ്. പല കാര്യങ്ങളുടെയാണ് ഈ അട്ടപ്പാടിയെ സംബന്ധിച്ചോളം. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ അത്രയും തന്നെ വലിപ്പം ഉള്ള വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയാത്ത അട്ടപ്പാടിയുടെ ഈ പുറം കാണുന്നത് മാത്രമല്ല, ഒത്തിരിയേറെ ഉൾപ്രദേശങ്ങളുണ്ട്, ആളുകൾ താമസിക്കുന്ന ഒത്തിരിയേറെ ഉൾപ്രദേശങ്ങളും ഈ അട്ടപ്പാടിയെ സംബന്ധിച്ചോളം. അപ്പോൾ അതിൽ പല സ്ഥലങ്ങളെല്ലാം ഇന്ന് യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നും ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ യാത്രാ സൗകര്യം ദുഷ്കരമായ പല സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ആസോയുടെ നേതൃത്വത്തിൽ പല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷി മേഖലകളിൽ ഗോത്രക്കാർക്ക് പുതിയ കൃഷി മേഖലകളെ പരിചയപ്പെടുത്താനുമൊക്കെ ആസോയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആസോയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മുഖമുദ്ര. പല ഗോത്രവർഗ മേഖലകളിലെല്ലാം അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, കുടിവെള്ളം, ഭവനങ്ങൾ, അതുപോലെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ഈ ആസോയ്ക്ക് നല്ല ഒരു നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നുള്ള വ്യക്തമാണ്. മാത്രമല്ല, പലതരത്തിലുള്ള ബോധവൽക്കരണ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഉപകാരപ്പെടുന്ന പലതരത്തിലുള്ള ബോധവൽക്കരണ പ്രോഗ്രാമുകളൊക്കെ ഈ ആസോയിൽ നടത്തി അവർക്ക് അനുദിന ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഉദ്ബോധിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഇതിൽ. ഈ ആസോയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളുടെ നല്ല സഹകരണങ്ങൾ, പിന്നെ നാട്ടുകാരുടെ നല്ല സഹകരണങ്ങൾ, ഭരണ അധിപന്മാരുടെ നേതൃത്വത്തിൽ, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ നല്ല സഹകരണങ്ങളായപ്പോൾ ആസോയുടെ പ്രവർത്തനങ്ങൾ അനുദിനം മെച്ചപ്പെട്ടു വന്നത് മാത്രമല്ല, അട്ടപ്പാടിയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും ആസോയുടെ പ്രവർത്തനം വ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം ഉണ്ടായ ഒരു കാര്യത്തിൽ. ഇപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ആസോയുടെ പ്രവർത്തന സാരഥികൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും ആസോയുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും വന്നിട്ടില്ല എല്ലാ കാലഘട്ടങ്ങളിലും. CMI സഭയുടെ ആദ്യത്തെ ഭവനം അട്ടപ്പാടിയിലെ 1968 ആരംഭിക്കുന്നത്. അട്ടപ്പാടിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സാമൂഹിക സേവനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തത്.
കമ്പിളി വിതരണം, ആട് വിതരണം, ചെറിയ ചെറിയ ലഘു സമ്പാദ്യ പദ്ധതികളുടെ ആരംഭം, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ ചെയ്തത്. അതിനുശേഷം കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ലെവലിൽ സാമൂഹിക പ്രവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രേക്ഷിത പ്രൊവിൻസിൻ്റെ കീഴിൽ അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ അട്ടപ്പാടിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഇടവകകളെയും സന്യസ്ത സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നത് 1988-ലാണ്. 1990-ലാണ് നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് കാൽക്യൂബൽ ഫൗണ്ടേഷൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടെ അട്ടപ്പാടി ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന പദ്ധതി ആരംഭിക്കുന്നത്. അട്ടപ്പാടിയെ വിവിധ മേഖലകളാക്കി തിരിച്ചുകൊണ്ട് അട്ടപ്പാടി വികസന സമിതി രൂപീകരിക്കുകയും വികസന സമിതി വഴി അർഹരായിട്ടുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്ക് ഭവന നിർമ്മാണം, ഭവന പുനർനിർമ്മാണം, ആട് വളർത്തൽ, പശു വളർത്തൽ, കാർഷിക പ്രോത്സാഹനം, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആദ്യത്തെ 90 മുതൽ 96 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചെയ്തത്. അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചന്ദനത്തിരി നിർമ്മാണ യൂണിറ്റ് ഇവിടെ ആരംഭിക്കുകയും അട്ടപ്പാടിയിലെ വിവിധ സ്ഥലങ്ങളിൽ ചന്ദനത്തിരികൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ എല്ലാം ഇവിടെ വാങ്ങുകയും ഇവിടെ നിന്ന് അതിന് വിറ്റഴിക്കുകയും ചെയ്ത് ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ട് സാധിക്കുകയുണ്ടായി. അതിനുശേഷം 1997-98 കാലഘട്ടത്തിലാണ് സ്വയം സഹായ സംഘങ്ങൾ ബഹുമാനപ്പെട്ട വിൽസൺ മോയനൻ അച്ഛൻ, അന്നത്തെ സെക്രട്ടറി ആയിരുന്ന അച്ഛൻ ആരംഭിക്കുന്നത്. ഏകദേശം 225ഓളം സ്വയം സഹായ സംഘങ്ങൾ ആ കാലഘട്ടത്തിൽ ആരംഭിക്കുകയുണ്ടായി. കുടുംബശ്രീയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് അട്ടപ്പാടിയിൽ സ്വയം സഹായ സംഘങ്ങൾ ആരംഭിക്കുന്നത് ആസോ ആയിരുന്നു. മാർജിൻ ഫ്രീ മാർക്കറ്റും ജനകീയ ബസ്സും വളക്കടകളും കാലിത്തീറ്റ വിതരണമൊക്കെ ഈ സ്വയം സഹായ സംഘങ്ങൾ വന്നതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടെ 2000-ലാണ് ജലനിധി പ്രോജക്റ്റ് അഗളി പഞ്ചായത്തിൽ ആരംഭിക്കുന്നത്. 2000 മുതൽ 2003 വരെ ഏകദേശം 24ഓളം കുടിവെള്ള പദ്ധതികൾ അഗളി പഞ്ചായത്തിലെ ജനറൽ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുകയും അത് ഇന്നും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പദ്ധതിയാണത്. അതിനുശേഷം 2004-2006 കാലഘട്ടത്തിലാണ് കോങ്ങാട് പഞ്ചായത്തിൽ ജലനിധി പദ്ധതി നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 42ഓളം കുടിവെള്ള പദ്ധതികൾ അവിടെയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് 2008 മുതൽ ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ 2008-ലാണ് വന്ന് ചാർജ് എടുക്കുന്നത്. അന്ന് മുതൽ നബാർഡിൻ്റെ സഹായത്തോടുകൂടെ വാട്ടർഷെഡ് പദ്ധതികൾ കോങ്ങാട്, ശ്രീകൃഷ്ണപുരം, മുണ്ടൂർ, പൂക്കോട്ടുകാവ് പഞ്ചായത്തുകളിൽ, കടമ്പഴിപ്പുറം പഞ്ചായത്തുകളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 വാട്ടർഷെഡ് പദ്ധതികൾ ഇവിടെ ചെയ്യുകയുണ്ടായി. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്ത് മണ്ണ് ജലസംരക്ഷണ പ്രവർത്തികൾ ഇതുവഴിയായിട്ട്, ഈ പദ്ധതി വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. ഒറ്റക്കാഴ്ചയിൽ ജലസമൃദ്ധമെങ്കിലും സർക്കാർ പദ്ധതികളുടെ കുറവും ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകളാലും അട്ടപ്പാടിയുടെ മിക്കയിടങ്ങളും അതിരൂക്ഷമായ ജലദൗർലഭ്യം നേരിട്ടിരുന്നു. ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷി, കാലി വളർത്തൽ എന്നിങ്ങനെയും ജീവിതമാർഗത്തിനും കിലോമീറ്ററുകൾ യാത്ര ചെയ്തുള്ള ജലശേഖരണം മിക്ക കുടുംബങ്ങളുടെയും പ്രധാന വെല്ലുവിളിയായി. ഇത്തരം പ്രതിസന്ധികളെ അടിസ്ഥാനമാക്കി ആസോ പുതിയ പദ്ധതികൾ നടപ്പിലാക്കിയും അതുവഴി അട്ടപ്പാടിയിലെ ഗോത്ര കുടിയേറ്റ ജീവിതങ്ങളിലേക്ക് സംഘം ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു. ചേരമകണ്ടി മൊട്ടിക്കോളനി കുടിവെള്ള പദ്ധതിൻ്റെ പ്രശ്നമാണ് ഞാൻ. പണ്ട് കടല, ഈ ചാമ, ഈ റായി, ഇങ്ങനെയൊക്കെ കൃഷികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് പണ്ട് വെള്ളത്തിൻ്റെ കുറവായ ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ അനുസരിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായ കൊണ്ട് വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് സിറ്റുവേഷൻ ഞങ്ങൾ കൃഷി ചാമ, കടല, ചോളം, റായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഈ 5 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതിയായിട്ട് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് ഈ ആസോ അച്ഛന് കുറച്ച് വെള്ളം കിട്ടിയത് കൊണ്ട് നമുക്ക് എല്ലാ ഈ കവുങ്ങും തെങ്ങും കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. കുടിവെള്ളം, കൃഷി നിരക്കാനുള്ള സംവിധാനം ഇങ്ങനെയൊക്കെ കിട്ടി. അപ്പോൾ ആയതിന് ഞങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക്
വെള്ളത്തിൻ്റെ ക്ഷാമം അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങൾ ചെയ്തതുകൊണ്ട് ആശോ ഈ പദ്ധതി കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ ഈ പുഴയിൽ നിന്ന് വെള്ളം അടിക്കാൻ. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ നമുക്ക് ഇത്ര കൊല്ലം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ കിട്ടിയതുകൊണ്ട് എല്ലാ കൃഷി ചെയ്യാനും നമുക്ക് എല്ലാ സംവിധാനം ചെയ്തതുകൊണ്ട് നന്ദിയുണ്ട്. സാറേ 50-60 കൊല്ലത്തിരുന്ന് ഞങ്ങൾ വെള്ളം സുമന്തേത് വെള്ളം താഴെ ഇരുന്ന് കുളിക്കുളിർന്ന് നാം മരുകിയൊക്കെ കുടിക്കാതെ. അതുകൊണ്ട് ഇനി കുട്ടികൾ സ്കൂളിൽ പോകാൻ കുട്ടികൾക്കും തുണി അലക്കാനും വെള്ളമില്ല, നമ്മൾക്കും വെള്ളമില്ല. അപ്പോൾ ആ അച്ഛൻ വന്നിട്ട് നമുക്ക് വെള്ളം തന്നത് ഇല്ല. ആദ്യം നമുക്ക് വെള്ളമേ ഇല്ലേ. അപ്പോൾ ഈ ആശോ സാറ് വന്ന് നമുക്ക് ഇപ്പോൾ ടാങ്കി കെട്ടിയതേ എല്ലാമേ തണ്ണി സൗരാസ് തണ്ണി സൗരാകുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് നാം കുറച്ച് വെള്ളം എല്ലാം ഈ കോളനി ആ കോളനി എല്ലാവരുമേ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇരിക്കും. ഈ സ്ഥലം മുട്ടിക്കുന്നാണ്. ഈ കമ്മിറ്റി ഹാളും പിന്നെ വാട്ടർ സൗകര്യങ്ങളൊക്കെ ആസോ മുഖേന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം തന്ന ഒരു അനുഗ്രഹം പോലെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ തീരെ കിട്ടായിക എന്ന് പറഞ്ഞാൽ ചുമന്ന് കൊണ്ടുവരണം. പുഴകളിൽ നിന്നോ തോടുകളിൽ നിന്നോ കുന്നുകളിൽ നിന്നൊക്കെ കുഴി വെട്ടിയിട്ട് വേണം ഞങ്ങൾ ആ വെള്ളം കൊണ്ടുവന്ന് കുളിക്കാനും അലക്കാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം ഒരു 5-6 കുടവും കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമേ കിട്ടുള്ളൂ. ഈ വെള്ളം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ആസൂത്രണം ചെയ്തു തന്നത്. ഈ കമ്മിറ്റി ആൾ കൊണ്ട് ഞങ്ങൾക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നല്ല മീറ്റിങ്ങുകൾ കൂടാനും പിന്നെ ജോലി സമിതികൾ കൂടാനും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും കമ്മിറ്റി ഹാളിൽ തന്നെ കൂടും. എല്ലാ പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കുകയും ചെയ്യും. ആസോ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിരുന്നു ജലനിധി പ്രൊജക്റ്റ്. ഏതാണ്ട് 2001 മുതൽ അട്ടപ്പാടിയിൽ ജലനിധി പ്രൊജക്റ്റ് അഗളി ഗ്രാമപഞ്ചായത്തിൽ ജനറൽ വിഭാഗത്തിന് വേണ്ടിയിട്ട് ആസോ ഇവിടെ നടപ്പിലാക്കിയുണ്ടായി. ഏതാണ്ട് ആ കാലയളവിൽ ഗുണഭോക്തൃ വിഹിതം സമാഹരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ എടുത്തു പറയാവുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ജലനിധി പ്രൊജക്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്തൃ വിഹിതം നൽകിക്കൊണ്ട് ഒരു പദ്ധതി ജനങ്ങൾ തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് ആദ്യമായതുകൊണ്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഗുണഭോക്തൃ വിഹിതം സമാഹരിക്കുന്നതിനും ജനങ്ങളിലേക്ക് ഈ പ്രോജക്റ്റിൻ്റെ നല്ല വശങ്ങൾ എത്തിക്കുന്നതിനും ഒത്തിരിയേറെ ശ്രമകരമായിരുന്നു. പക്ഷേ ആസോ ആയതുകൊണ്ട്, അട്ടപ്പാടിയിൽ പ്രത്യേകിച്ച് ആസോ ആയതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അത് ഏതാണ്ട് 28 ഗുണഭോക്തൃ സമിതികളിലായിട്ട് ഏതാണ്ട് 1200ഓളം കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 1419 ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് 2 pit ലാട്രിൻ നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്, റീചാർജിങ് പ്രവർത്തനം, വാട്ടർ റീചാർജിങ് പ്രവർത്തനങ്ങൾ, അതുപോലെ സോക്ക് പിറ്റ് നിർമ്മാണം, അതുപോലെ തന്നെ ഒത്തിരി ഏറെ സ്ത്രീകൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുകയുണ്ടായി. അതുവഴിയൊക്കെ തന്നെ ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ, പ്രത്യേകിച്ച് കുടിവെള്ള മേഖലയിൽ ധാരാളം സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ പദ്ധതി. അതിൽ ആ സമയത്ത് എൻ്റെ ഓർമ്മയിലേക്കൊന്ന് പോവുകയാണെങ്കിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുപോലെ ഞങ്ങൾ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന സമയത്ത് എൻജിനീയറിംഗ് പാർട്ട് ഒത്തിരി ഉള്ളതാണ്. ഈ എൻജിനീയറിംഗ് സർവേ ഒക്കെ ചെയ്ത് ടാങ്ക് ഒരു സ്ഥലത്ത് ഇതുപോലെ ഞങ്ങൾ ഫിക്സ് ചെയ്തു. കാരണം ആ ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര ഉയരത്തിൽ ടാങ്ക് സ്ഥാപിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അന്ന് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്ന കോകാർണച്ചൻ വന്ന് ഇതുപോലെ നിങ്ങൾ സർവേ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. സർവേ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇവിടെ ഈ ടാങ്ക് സെറ്റ് ചെയ്തു? അപ്പോൾ ഇതിന് ആവശ്യമുള്ളൂ വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ 60 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കൊണ്ടു. അപ്പോൾ അങ്ങേ സൈഡിലുള്ളവർക്ക് എന്താ വെള്ളം വേണ്ടേ എന്ന് ചോദിച്ചു. ഇല്ല, അവർ നമ്മുടെ പദ്ധതിയിൽ അംഗമല്ല, അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛന് ആ സമയത്ത്
അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം പറഞ്ഞു, ഒരു 5-8 വർഷം കഴിഞ്ഞാൽ അവർക്ക് വെള്ളം വേണ്ടി വന്നെങ്കിലോ? അത് അന്നത്തെ കാര്യമല്ലേ അച്ഛാ, ഞങ്ങളെന്തായാലും ഒരു 4-5 ദിവസം കൊണ്ട് സർവേ ചെയ്തൊക്കെ ഇവിടെ സെറ്റ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞു. അച്ഛൻ അത് സമ്മതിച്ചില്ല. അച്ഛൻ അന്ന് ആ ടാങ്ക് ഏതാണ്ട് ഉയർത്തി വെപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ഗുണഫലം ഇന്നാണ് കാണുന്നത്. ഇന്ന് ഈ പറയുന്ന ആ ടാങ്ക് അത്ര ഉയരത്തിൽ വെച്ചതുകൊണ്ട് അതിൻ്റെ ആ കുന്നിൻ്റെ ഭാഗത്തുള്ളവർക്ക് കൂടി വെള്ളം കൊടുക്കാൻ ഇന്ന് പറ്റിയിട്ടുണ്ട്. ഈ കുടുംബങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1200 ഫാമിലി എന്നുള്ളത് ഇന്ന് ഏതാണ്ട് 2000 ഫാമിലിയോളം ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. നേരിട്ട് പ്രത്യക്ഷത്തിൽ കുടിവെള്ളം എടുക്കുന്ന ഗുണഭോക്താക്കളുണ്ട്. ആസോയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആസോ അട്ടപ്പാടിയിൽ മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 2003 കാലഘട്ടങ്ങളിൽ ആസോയുടെ പ്രവർത്തനങ്ങൾ പുറത്തേക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കും അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ ആയി തുടങ്ങി. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ 2003 ജലനിധി പ്രോജക്റ്റും അതുപോലെ തന്നെ 2009 മുതൽ 2014 വരെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലും വാട്ടർഷെഡിൻ്റെ പ്രോജക്റ്റ് നടപ്പാക്കിയുണ്ടായി. നബാർഡിൻ്റെ സഹകരണത്തോടു കൂടി കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ 3 വാട്ടർഷെഡും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 2 വാട്ടർഷെഡുമാണ് നടപ്പാക്കിയിട്ടുള്ളത്. മുൻകാലങ്ങളിലെ പ്രൊജക്റ്റുകൾ കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഈൽഡ് അവരുടെ അഗ്രികൾച്ചർ ഈൽഡ് നന്നായി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരമായാലും കോങ്ങാടായാലും നല്ല രീതിയിൽ പല ഇപ്പോൾ തെങ്ങുംതടം എടുത്തതിനും പിന്നെ മഴക്കുഴി എടുത്തതിനും അതുപോലെ തന്നെ ഈ കല്ല് കയ്യാലകൾ അതുമാതിരി തന്നെ മണ്ണ് കയ്യാലകൾ എന്നീ പ്രവർത്തനങ്ങളിൽ കൂടെ മണ്ണ് ജല സംരക്ഷണത്തിന് കൂടുതൽ വെള്ളത്തെ താഴ്ത്തിറക്കി കൂടുതൽ ഈൽഡ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജലസേചന പദ്ധതികൾക്കൊപ്പം തന്നെ ആട്, കോഴി, പച്ചക്കറി തൈകൾ, ഇടവിളകൾ എന്നിങ്ങനെ ചെറുകുടുംബങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതും ഉപജീവനത്തിന് സഹായകവുമായ നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തും സാമ്പത്തിക സഹായമടക്കം വിതരണം ചെയ്തും അട്ടപ്പാടിയിലെ ഗ്രാമീണ മേഖലകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിനായി നിരന്തരമായ ഇടപെടലുകൾ ആസോ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. இந்த காடெல்லாம் ஃபஸ்ட்டை பார்த்தா ஒன்றும் ஆடு மாடு மேய்ஞ்சிட்டு இருந்த காடாக்கும் இந்த காடெல்லாம் சம்பவம். பின்ன ஆசோ நபார்டு பேங்க் ஆசோ மூலமாக கிடச்ச ஒரு லக்கு. அதாவது எங்களுக்கு வேண்டி இந்த மாதிரி ஆதிவாசிக நல்லபடிக்கு ஜீவிக்கட்டும் சொல்லி தென்னை மரம் பாக்கு நாற்றெல்லாம் சேர்த்தி கொடுத்தாங்க. அதில் 14 லட்ச ரூபா பக்கம் லிப்ட்ரிகேஷன் ஆகிட்டு எங்களுக்கு ஜீவிச்சுக்கோன்னு சொல்லி லிப்ட்ரிகேஷன் 3 கிலோமீட்டர் வரைக்கும் பைப்பு போட்டு கொடுத்து எல்லாத்துக்கும் தண்ணி வசதி செஞ்சு கொடுத்தாங்க ஆசாவிலேருந்து நபார்டு பேங்கோட மூலியமாக. பின்ன எங்களுக்கு வேண்டி தெங்கு கவுங்கும் பின்ன மாவு இந்த மாதிரி நாற்றெல்லாம் கொடுத்தாங்க. எனக்கு எல்லாருக்கும் இங்கே 10, 30, 35, 40 குடும்பத்துக்கு பக்கம் ஏகதேசம் கொடுத்தாங்க. சம்பவம் குடி தண்ணிக்கு கஷ்டப்பட்டுட்டு இருந்த ஆளுகளுக்கும் நாங்கள்லாம் சுத்தமாக. அப்போ அந்த நிலவரில் இதில் விவசாயம் பண்ணி நாங்கள் இதில் வந்து இப்போ 2 வருஷமாக 3 வருஷம் பக்கமாக ஜீவிச்சுட்டு தான் இருக்கிறோம். இன்னும் எங்களுக்கு எந்த கவலையும் இல்லை. பின்ன அதே மாதிரி எங்களுக்கு சரி இந்த மாதிரி காடெல்லாம் புதையேறி கிடக்குதுன்னு சொல்லக்குள்ள செடி வெட்டுற மிஷினு, பின்ன மருந்தடிக்கிற மிஷினு, பின்ன இந்த மாதிரி ஆனை பன்னியோட சல்லியத்துக்கு காரணம் கொண்டு எர்த்து, அதாவது இந்த சோலார் எர்த்து கொடுத்தாங்க. பின்ன கம்பி எர்த்து கம்பி கொடுத்தாங்க. வளம், அதாவது இந்த தென்னம்புள்ள நல்ல வழிக்கு வளரணும், ஸோ இது மாதிரி பண்ணணும்னு சொல்லி ஆசைலேருந்து நல்ல வளமாக கொடுத்தாங்க எங்களுக்கு. பின்ன அதுக்குள்ளே க்ளீன் பண்ண கூலி அதை மாதிரி சுத்தமாக வச்சுருக்கிற இதெல்லாம் பண்ணி கொடுக்குறதெல்லாம் எல்லாமே வசதி செஞ்சு கொடுத்தாங்க. பின்ன பட்சம் இங்கே இருக்கிறவங்க யாருக்குமே அந்த மாதிரி கஷ்டம் இது வரைக்காச்சும் ஆடு மாடு மேய்ச்சிட்டு இருந்த இடத்துல இன்றைக்கி வாழை மரம், அதாவது வாழை விளையுது, பச்சைக்கறி போடுறாங்க, வெங்காயம் போடுறாங்க, எல்லாமே போட்டு நல்லபடிக்கு சம்பாரித்து இப்போ அந்தளவுக்கு கொடுத்துருக்குறேன்னா நபார்டு பேங்க் ஆசை மூலியமாக தான் எங்களுக்கு. அதனால் எந்த பிரச்சனையும் இல்லாமல் நல்லபடிக்கு விவசாயம் பண்ணி சாப்பிட்டு ஜீவிச்சிட்ருக்குறாங்க. பின்ன எங்களுக்கு ஆசைலேருந்து ஆடு விதனமாக வச்சு கொடுத்தாங்க எங்களுக்கு. ஒரு ஆளுக்கு இத்தனை ஆடுன்னு சொல்லி வச்சு மேய்ச்சி இப்போ அதில் வச்சு இது பண்ணிகிட்ருக்குறோம். அந்த ஆடும் கூட நீங்கள் பார்த்துருப்பீங்க. நல்லபடிக்கு பாதுகாப்பாக அவங்க எங்களோட ஆடு பார்க்குற மாதிரி பார்த்து நல்லபடிக்கு செஞ்சு கொடுத்துட்ருக்குறோம். ആസോ എന്ന് ആദ്യം ഇവിടെ ഒരു പദ്ധതി വരുമ്പോൾ
ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. ഈ ആസോ എന്താണ്, ഏതാണ്, ഞങ്ങളുടെ സ്ഥലങ്ങൾ ഇങ്ങനെ അവരെടുത്തു പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോൾ ആസോ ഒരു നല്ല രീതിയിലുള്ള ഒരു പദ്ധതിയായിട്ട് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ ആസോയിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഞങ്ങളെ വന്ന് കണ്ടത് പറഞ്ഞപ്പോൾ ഈ ഇവിടുത്തെ തരിശ് സ്ഥലമായിരുന്നു. അപ്പോൾ തരിശ് സ്ഥലത്ത് എന്താണ് പിടിക്കേണ്ടതെന്ന് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങളൊക്കെ ഈ അമര കൊത്തിയിട്ട് കൃഷി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ തൈകൾ നട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അച്ഛാന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ആദ്യം കശുമാവും നെല്ലി നിങ്ങൾ ഉൽപ്പാദനം ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ കുറച്ച് നെല്ലിയും കശുമാവൊക്കെ തന്നു. അത് പൂവും കായ്ക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് ഈ കാലാവസ്ഥൻ്റെ കുഴപ്പം കൊണ്ട് കുറച്ച് കശുമാവൊക്കെ ഉണങ്ങിപ്പോയി. പിന്നീടും അച്ഛൻ തന്നു, ഇന്നേമാതിരി പോയതിനൊക്കെ നിങ്ങൾ ഒന്നുകൂടി ശ്രമിച്ച് നോക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ നോക്കി അതിലേക്ക് കുറച്ചൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരുടെ പോയി, കുറച്ച് നോട്ടം കുറവുള്ളവരുടെ പോയി, കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ശേഷം അച്ഛൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് കോഴി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കോഴി വിതരണം ചെയ്തു. അത് എല്ലാവർക്കും വിതരണം ചെയ്തു. അത് ഞങ്ങൾക്ക് കുറേയൊക്കെ ചത്തു, എന്നാലും അത്യാവശ്യം കോഴികളുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ആടിൻ്റെ കൃഷി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നു ചോദിച്ചു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആടിൻ്റെ കൃഷി ഒരു നല്ല രീതിയിൽ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ തോന്നുമ്പോൾ അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ആടിന് ഒരു ലോണായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു ലോണായിട്ട് അനുവദിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളുള്ള ആൾക്കാരൊക്കെ, ഇവിടുത്തെ സംഘത്തിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെല്ലാവരും ആടിൻ്റെ ഒരു ലോണ് മേടിച്ച് എല്ലാവരുടെ അടുത്തും ആടുണ്ട്, നിലവിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതും അച്ഛൻ പറഞ്ഞു, വേറെ എന്തൊക്കെ വേണ്ടിയും ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഒരു കുടിവെള്ളം ഞങ്ങൾക്ക് വേണ്ടി വരച്ചാന്ന് പറഞ്ഞു. അച്ഛൻ കുടിവെള്ളത്തിന് വേണ്ടി ഒരു കിണർ കുത്തിച്ച് തന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് ഈ കൃഷി ഒന്ന് നനയ്ക്കണം, അച്ഛൻ അതിനൊരു സംവിധാനം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് പുഴയെന്ന് ഡയറക്ടറായിട്ട് ഓസ് കൂടെ പറമ്പിലേക്ക് നനയ്ക്കാനുള്ള വെള്ള സൗകര്യം എത്തിച്ചു തന്നു. ഇതുവരായിട്ട് ഇപ്പോൾ ഒരു 10-12 കുടുംബക്കാർ ഇവിടെ എല്ലാവരും ആ വെള്ളം കൊണ്ട് കൃഷികളും കന്നാലിക്ക് വെള്ളവും ആടിന് വെള്ളത്തിനും എല്ലാ ഒരു നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതേമാതിരി കമുക് തന്നിട്ടുണ്ട്. ഒരു 100തോളം ഒരു വ്യക്തിക്ക് 100തോളം കമുക് തന്നു. അത് കമുക് ഇപ്പോൾ കായ്ച്ചിരിക്കുന്നു. ജാതി തന്നു. പിന്നെ തെങ്ങ്, ജാതി, കമുക്, പിന്നെ ഈ കാട്ടുമരങ്ങൾ പറമ്പിൻ്റെ വേലിയായിട്ട് മാറാൻ വേണ്ടി കാട്ടുമരങ്ങൾ തന്നായിരുന്നു. മഹാഗണി, അങ്ങനെ കുറേ മരങ്ങളൊക്കെ തന്നായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ആസോ തുടക്കത്തിൽ എന്താണെന്ന് വിചാരിച്ചു. ഇപ്പം നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആശോ നല്ലൊരു മുൻവേഷം. ഞങ്ങൾക്ക് കൃഷി എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തികൾക്ക് ഞങ്ങൾക്കിപ്പോൾ ചെന്നാലും ഒരു 10 രൂപ പറമ്പിൽ ചെന്നിട്ട് മറ്റേ കമുക് കൊടുത്താലും നമുക്ക് 10 രൂപ കിട്ടാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കി തന്നത് അച്ഛൻ വന്ന ശേഷമാണ്, ഈ ആശോ വന്ന ശേഷമാണ്. അതിൻ്റെ മുന്നേ കൃഷിഭവനിന്നൊക്കെ കുറേ തൈ തരും, ഞങ്ങളവിടെ എവിടെയെങ്കിലുമൊക്കെ കൊത്തിയിടും, അത് നോക്കാറില്ല. പിന്നെ അതേമാതിരി ഈ ആസോ എന്ന് അച്ഛൻ തൈ തന്നാലും ഇടയ്ക്കും തലയ്ക്ക് വന്ന് നോക്കാൻ വേണ്ടി സ്റ്റാഫുകളെ ഇവിടെ അയക്കും. സ്റ്റാഫുകൾ വന്നു ആ നോട്ടം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മുന്നോട്ട് വരാൻ സാധിച്ചത്. ജനജീവിതത്തെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കത്തക്ക പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തി ആസോ അട്ടപ്പാടി എന്ന ദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിൽ നിർണായകമായി നിലകൊണ്ടു. കർഷകർക്കായി വാടി പദ്ധതി, ഭവനരഹിതർക്കായുള്ള ഇടപെടലുകൾ, യുവജനങ്ങളെ കേന്ദ്രീകരിച്ച് തൊഴിൽ പരിശീലനങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ആസോ പ്രാവർത്തികമാക്കിയത്.